ഹായ് മക്കളെ, നമ്മളിനി മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്നുള്ള ചെറിയ ചാപ്റ്റർ നോക്കിയാലോ. പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചാപ്റ്ററാണ്. 3 മാർക്കിനൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. സിമ്പിളായിട്ടുള്ള ചാപ്റ്റർ, നമുക്ക് വേഗം നോക്കാം. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്ന പ്രോപ്പർട്ടിയെക്കുറിച്ചാണ് പഠിക്കുന്നത്. നോക്കണം, ഒരു റബ്ബർ ബാൻഡ് നമ്മൾ വലിച്ചു, അപ്പോൾ അതിന് നീളം കൂടി. സ്പ്രിങ് വലിച്ചു, നീളം കൂടി. കൈ വിട്ട് കഴിഞ്ഞാൽ പഴയ അവസ്ഥയിലേക്ക് അതിനെ തിരിച്ചു പോകുമല്ലോ. ആ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാൻ കാരണമായ ഫോഴ്സിനെ റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയും. നമ്മൾ അപ്ലൈ ചെയ്തത് ഡീഫോമിംഗ് ഫോഴ്സാണ്. കൈവിട്ടാൽ തിരിച്ചു പോകാൻ കാരണം റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഊതി വീർപ്പിച്ച ബലൂൺ അമർത്തുന്നു, ഡീഫോമിംഗ് ഫോഴ്സ്. കൈയെടുത്താൽ റീസ്റ്റോറിംഗ് ഫോഴ്സിൻ്റെ ആക്ഷൻ കാരണം പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നു. ഈ പഴയ അവസ്ഥ, ഒറിജിനൽ ഫോം, അത് വീണ്ടെടുക്കുക, റീഗെയിൻ ചെയ്യുക, അതിനുള്ള കഴിവിൻ്റെ പേരാണ് ഇലാസ്റ്റിസിറ്റി. എബിലിറ്റി ടു റീഗെയിൻ ഒറിജിനൽ ഫോം ഡ്യൂ ടു ദി ആക്ഷൻ ഓഫ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഓക്കെ, എന്നാൽ എല്ലാ വസ്തുക്കൾക്കും ഈ എബിലിറ്റി ഉണ്ടോ? ഇല്ല. അപ്പോൾ ചിലർക്ക് അതിനുള്ള കഴിവില്ല. അപ്പോൾ ക്ലേ ഒക്കെ നോക്ക്, നമ്മൾ വിരലമർത്തിയാൽ അതിൻ്റെ ഷേപ്പിന് മാറ്റം വന്നു. കൈയെടുത്താൽ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ കഴിവില്ല. ഈ കഴിവില്ലായ്മയെ പറയും പ്ലാസ്റ്റിസിറ്റി, ഇൻഎബിലിറ്റി ടു റീഗെയിൻ ഒറിജിനൽ ഫോം. അപ്പോൾ എന്താണ് ഇലാസ്റ്റിസിറ്റി, എന്താണ് പ്ലാസ്റ്റിസിറ്റി എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ 3 പോയിന്റുകൾ ഇനി പഠിക്കേണ്ടത്. 2 ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ പരിചയപ്പെടുക: സ്ട്രെസ്, സ്ട്രെയിൻ. ഓക്കെ, സ്ട്രെസ് എന്ന് പറഞ്ഞാൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ബൈ ഏരിയ. സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ റൈസ് ടു -2 ഓർ പാസ്കൽ. സ്ട്രെസ്. ഓക്കെ, സ്ട്രെസ്സിനെ ചിലപ്പോൾ സിഗ്മ എന്ന ലെറ്ററിലൊക്കെ സൂചിപ്പിക്കാറുണ്ട്. അടുത്തത് സ്ട്രെയിൻ. സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ ലെങ്ത്തിലോ വോള്യത്തിലോ ഒക്കെ ചേഞ്ച് വരുമല്ലോ. ആ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, ചേഞ്ച് ഇൻ വോള്യം ബൈ ഒറിജിനൽ വോള്യം, കോമൺ ആയി ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ഇവിടെയും ഒരേ ക്വാണ്ടിറ്റി വരുന്നത് കൊണ്ട് സ്ട്രെയിനിന് യൂണിറ്റ് ഇല്ല, ഡയമെൻഷനും ഇല്ല. ഓക്കെ, ദെൻ ഹുക്സിലോ, വളരെ പ്രധാനപ്പെട്ടത്. എന്താ ഹുക്സിലോ? സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്റ്റ് പ്രൊപ്പോർഷനാണ് ഫോർ സ്മോൾ ഡീഫോർമേഷൻസ്. നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഷേപ്പിനൊക്കെ ചേഞ്ച് വരുമ്പോഴേ, ചെറിയ ചേഞ്ച് വരുന്ന സമയം, ചെറിയ ഡീഫോർമേഷൻസ് വരുന്ന സമയങ്ങളിൽ സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആയിരിക്കും. ഒന്ന് കൂടുമ്പോൾ അതിനനുസരിച്ച് മറ്റതും കൂടും. ഓക്കെ, അങ്ങനെയെങ്കിൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ചെയ്താൽ നമുക്കൊരു കോൺസ്റ്റൻറ്റ് കിട്ടും. ആ കോൺസ്റ്റൻറ്റ് വിളിക്കും മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ഓക്കെ, അങ്ങനെയെങ്കിൽ 3 ടൈപ്പ് സ്ട്രെസ്സും 3 ടൈപ്പ് സ്ട്രെയിനും 3 തരം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റികളും സോളിഡുകൾക്കുണ്ട്. എല്ലാം 3 തരം. ഓക്കെ, ഞാൻ ആ 3ഉം കൂടി അതിൻ്റെ എല്ലാ പോയിന്റുകളും ഒറ്റ ടേബിളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. ഒറ്റ നോട്ടത്തിൽ നമുക്കത് കാണാനും മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടി നോക്കാം. ആദ്യം ഈ കോളത്തിൽ എന്ത് ഡയമെൻഷനിലാണ് ചേഞ്ച് വരുന്നതെന്ന് കാണിച്ചിരിക്കുകയാണ്. ഫോഴ്സ് കൊടുക്കുമ്പോൾ അവിടെ ലെങ്ത്തിൽ ചേഞ്ച് വരുന്നു, വോള്യത്തിൽ ചേഞ്ച് വരുന്നു, ഷേപ്പിൽ ചേഞ്ച് വരുന്നു. ഓക്കെ, ആ ലെങ്ത്തിൽ ചേഞ്ച് വരുന്ന ഡയഗ്രാം നോക്കണം. ഇതൊരു വയറാണ്. ആ വയർ താഴോട്ട് പിടിച്ച് വലിക്കുന്ന ഫോഴ്സാണ് എഫ്. വയറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അതാണ് എ. ഓക്കെ, ഏരിയ. ദെൻ ഒറിജിനൽ ലെങ്ത് എൽ ആണ്, ഇൻക്രീസ് ഇൻ ലെങ്ത് ഡെൽറ്റ എൽ. ഇവിടെ നോക്ക്, ഇങ്ങനെ സ്ഫെറിക്കൽ ബോഡിയിൽ എല്ലാ ഭാഗത്തു നിന്നും പെർപെൻഡിക്കുലറായി ഫോഴ്സ് കൊടുക്കുമ്പോൾ ഷേപ്പ് സ്ഫിയർ തന്നെ, പക്ഷേ വോള്യം കുറഞ്ഞു. ഇവിടെ നോക്ക്, ഒരു സോളിഡ് ബോഡി ഇവിടെ ഉറപ്പിച്ചിരിക്കുകയാണ്. ആ സോളിഡ് ബോഡിയുടെ മുകൾ ഭാഗത്ത് ഇങ്ങനെ പാരലായി ഇങ്ങനെ ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ ബോഡിയുടെ ഈ എഡ്ജൊക്കെ നോക്ക് നിങ്ങൾ, അതിങ്ങനെ ചെരിഞ്ഞില്ലേ, അതേപോലെ ഈ എഡ്ജും ഇങ്ങോട്ട് ചെരിഞ്ഞ് ഷേപ്പിൽ മാറ്റം വന്നു. ഓക്കെ, അതിൻ്റെ മുകൾ ഭാഗമാണ് ഏറ്റവും കൂടുതൽ മുന്നോട്ട് നീങ്ങിയത്. ആ നീങ്ങിയ ഭാഗമാണ് ഡെൽറ്റ എക്സ്. ടോപ്പ് ലെയറാണ് കൂടുതൽ മുന്നോട്ട് നീങ്ങിയത്, അതാണ് ഡെൽറ്റ എക്സ്. ഈ ഡിസ്റ്റൻസ്, ഈ ഹൈറ്റ് എൽ എന്ന് പറയും, ഫോഴ്സ് എഫ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ ലെങ്ത്തിൽ ചേഞ്ച് വരുമ്പോഴുള്ള സ്ട്രെസ്സിനെ ലീനിയർ സ്ട്രെസ് എന്ന് പറയും. ലെങ്ത്തിൽ ചേഞ്ച് വരുമ്പോഴുള്ള സ്ട്രെയിനിനെ ലീനിയർ സ്ട്രെയിൻ എന്ന് പറയും. ഓക്കെ, ലീനിയർ സ്ട്രെസ് ഫോഴ്സ് ബൈ ഏരിയ, ലീനിയർ സ്ട്രെയിൻ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഓക്കെ, ഡെൽറ്റ എൽ ബൈ എൽ, അതിനെ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത് എന്നും പറയും. ഓക്കെ, അങ്ങനെയെങ്കിൽ ലീനിയർ സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിൻ ആണ് യങ്സ് മോഡുലസ്. അപ്പോൾ ഫോർമുല എഫ് ബൈ എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ ബൈ എൽ. അപ്പോൾ എഫ് ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ഡെൽറ്റ എൽ എന്ന് എഴുതാം. ഓക്കെ, നോക്കടാ, ഇതോടെ ലെങ്ത്തിലുണ്ടാകുന്ന ചേഞ്ച്, അതുമായി ബന്ധപ്പെട്ട സ്ട്രെസ്, സ്ട്രെയിന്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, അത് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. യങ്സ് മോഡുലസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. യങ്സ് മോഡുലസുമായി ബന്ധപ്പെട്ട് ഈ ഫോർമുല വെച്ചുകൊണ്ടുള്ള പ്രോബ്ലങ്ങൾ എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, എഫ് ഫോഴ്സാണ്, എൽ ഒറിജിനൽ ലെങ്ത് ആണ്, എ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഒക്കെ സർക്കുലർ ഏരിയ ആകുമ്പോൾ നമ്മൾ അതിനൊക്കെ πr² എന്ന രൂപത്തിലൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യണം. ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ ലെങ്ത് ആണ് ഡെൽറ്റ എൽ. ഇനി നോക്കണം, വോള്യത്തിൽ ചേഞ്ച് വരുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ്സിനെയും സ്ട്രെയിനെയും വോള്യം സ്ട്രെസ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് സ്ട്രെസ് എന്ന് പറയും. ഓക്കെ, ഹൈഡ്രോളിക് സ്ട്രെസ് എഫ് ബൈ എ. ഇവിടെ ഈ എഫ് ബൈ എ എന്ന് പറയുന്ന എഫ്, അത് പെർപെൻഡിക്കുലർ ഫോഴ്സ് അല്ലേ ഇവിടെ എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ പെർപെൻഡിക്കുലർ ഫോഴ്സ് ബൈ ഏരിയ ആയതുകൊണ്ട് ഇതിനെ ഡെൽറ്റ പി എന്ന് എഴുതാം, പി പ്രഷർ. അപ്പോൾ ഹൈഡ്രോളിക് സ്ട്രെസ്സിനെ ഡെൽറ്റ പി എന്ന് എഴുതാം. വോള്യത്തിൽ ചേഞ്ച് വരുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെയിനിന് നമ്മൾ വോള്യം സ്ട്രെയിൻ എന്ന് പറയും, ചേഞ്ച് ഇൻ വോള്യം ബൈ ഒറിജിനൽ വോള്യം.
ഈ സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള റേഷ്യോ വോളിയം സ്ട്രെസ് ബൈ വോളിയം സ്ട്രെയിനെ ബൾക്ക് മോഡുലസ് എന്ന് പറയും. ബൾക്ക് മോഡുലസ് ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി ബൈ വി. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ വി ഇൻറ്റു ഡെൽറ്റ പി ബൈ ഡെൽറ്റ വി. പിന്നെ പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയില്ലേ, അത് കാണിക്കാൻ ഒരു മൈനസ് സൈനും ഇടാറുണ്ട്. സോ ബൾക്ക് മോഡുലസ് ആയി. ഇനി ഷിയർ മോഡുലസ് നോക്കണം. ഷേപ്പിൽ മാറ്റം വരിക. ഷേപ്പിൽ മാറ്റം വരുമ്പോഴുള്ള സ്ട്രെസ് ഷിയർ സ്ട്രെസ് അല്ലെങ്കിൽ ടാൻജൻഷ്യൽ സ്ട്രെസ് എഫ് ബൈ എ. ഷിയർ സ്ട്രെയിൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ടോപ്പിലെ ലെയറിനാണ് കൂടുതൽ ചേഞ്ച് വന്നത് എന്ന് ഞാൻ പറഞ്ഞു. കൂടുതൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായത് ഈ ടോപ്പിലെ ലെയറിന്. എത്ര ഡിസ്പ്ലേസ്മെൻറ്റ്? ഡെൽറ്റ എക്സ്. ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ എൽ, അതാണ് ഷിയർ സ്ട്രെയിൻ. അല്ലെങ്കിൽ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഫോം ചെയ്ത് കണ്ടു. ഡെൽറ്റ എക്സ് ബൈ എൽ എന്ന് പറയുന്നത് ടാൻ തീറ്റയ്ക്ക് ഈക്വലാണ് ഷിയറിംഗ് ആംഗിൾ തീറ്റ. അപ്പോൾ ഷിയർ സ്ട്രെയിൻ ഡെൽറ്റ എക്സ് ബൈ എൽ ഓർ ടാൻ തീറ്റ. ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ, അതാണ് ഷിയർ മോഡുലസ് അല്ലെങ്കിൽ റിജിഡിറ്റി മോഡുലസ്. എഫ് ബൈ എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ബൈ എൽ ചെയ്യുമ്പോൾ എഫ് ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ഡെൽറ്റ എക്സ്. ശ്രദ്ധിക്കാം, എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറഞ്ഞതുപോലെ എല്ലാം ഒരൊറ്റ ടേബിളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വൃത്തിയായി മനസ്സിലാക്കി പഠിക്കുക. യങ്സ് മോഡുലസ് വെച്ചും ഷിയർ മോഡുലസിൻ്റെ ഇക്വേഷൻ വെച്ചും പ്രോബ്ലം എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, അങ്ങനെ 3 ടൈപ്പ് സ്ട്രെസ്സും സ്ട്രെയിനും 3 തരം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും നോക്കിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി ചില പോയിന്റുകൾ. അതായത് സ്റ്റീലിന് റബ്ബറിനേക്കാൾ യങ്സ് മോഡുലസ് കൂടുതലുണ്ട്. സ്റ്റീലിന് റബ്ബറിനേക്കാൾ യങ്സ് മോഡുലസ് കൂടുതൽ. യങ്സ് മോഡുലസ് ഒരാൾക്ക് കൂടുതലാണെങ്കിൽ അയാൾക്ക് ഇലാസ്റ്റിസിറ്റി കൂടും. അപ്പോൾ സ്റ്റീലാണോ റബ്ബറാണോ മോർ ഇലാസ്റ്റിക് എന്തുകൊണ്ടും ചോദിക്കുമ്പോൾ സ്റ്റീലാണ് മോർ ഇലാസ്റ്റിക് ദാൻ റബ്ബർ. കാരണം സ്റ്റീലിന് യങ്സ് മോഡുലസ് കൂടുതലാണ്. അതേപോലെ ഒരു പെർഫെക്റ്റ്ലി റിജിഡ് ആയിട്ടുള്ള ബോഡി, ഷേപ്പ് ഒരിക്കലും മാറാത്ത ബോഡിയാണ് പെർഫെക്റ്റ് റിജിഡ് ബോഡി. ഒരു പെർഫെക്റ്റ് റിജിഡ് ബോഡിയുടെ യങ്സ് മോഡുലസിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആയിരിക്കും. ഓർത്ത് വെക്കുക, പെർഫെക്റ്റ്ലി റിജിഡ് ബോഡിയുടെ യങ്സ് മോഡുലസ് ഇൻഫിനിറ്റി. ബൾക്ക് മോഡുലസിൻ്റെ റെസിപ്രോക്കലിനെ കംപ്രസിബിലിറ്റി എന്ന് പറയും. കെ എന്ന് എഴുതും. 1 ബൈ ബൾക്ക് മോഡുലസ് കംപ്രസിബിലിറ്റി. അതേപോലെ ഒരു വയറിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ നീളം കൂടും. അപ്പോൾ അത് ഡിറ്റർമൈൻ ചെയ്യുന്നത് യങ്സ് മോഡുലസ് ഉപയോഗിച്ചാണ് എന്ന് പറയും. സ്ട്രെച്ചിങ് ഓഫ് എ വയർ ഈസ് ഡിറ്റർമിൻഡ് ബൈ യങ്സ് മോഡുലസ്. എന്നാൽ നമ്മളൊരു കോയിലാണ് സ്ട്രെച്ച് ചെയ്യുന്നതെങ്കിലോ, കോയിൽ സ്ട്രെച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഓരോ ടേണിൻ്റെയും ഷേപ്പിന് ചേഞ്ച് വരും. അപ്പോൾ അത് ഡിറ്റർമൈൻ ചെയ്യുന്നത് അതിൻ്റെ ഷിയർ മോഡുലസ് വെച്ചുകൊണ്ടാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ധാരാളം തവണ എക്സാമിന് റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ്. സ്ട്രെച്ചിങ് ഓഫ് എ കോയിൽ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഷിയർ മോഡുലസ് ആണ് ജി. ഓക്കെ, അതേപോലെ നമ്മളൊരു മെറ്റൽ വയർ താഴോട്ട് വലിക്കുന്നു എന്ന് കരുതും. ഫോഴ്സ് താഴോട്ട് കൊടുത്താൽ അതിൻ്റെ ലെങ്ത്ത് കൂടും. ലെങ്ത്ത് കൂടുന്നതൊപ്പം അതിൻ്റെ വണ്ണം, തിക്നെസ്, ഡയാമീറ്ററും കുറയും. അപ്പോൾ ചേഞ്ച് ഇൻ ഡയാമീറ്റർ ബൈ ഒറിജിനൽ ഡയാമീറ്റർ, അതിനെ ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയും. ചേഞ്ച് ഇൻ ലെങ്ത്ത് ബൈ ഒറിജിനൽ ലെങ്ത്ത് നേരത്തെ പഠിച്ചു, ലീനിയർ സ്ട്രെയിൻ. ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലീനിയർ സ്ട്രെയിൻ, ഈ റേഷ്യോയെ പറയും പോയ്സൺസ് റേഷ്യോ. പോയ്സൺസ് റേഷ്യോ. ഓക്കെ, സോ ഇത്രയും പോയിന്റുകൾ സ്ട്രെസ് സ്ട്രെയിൻ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന ഭാഗത്തുനിന്ന് ഒന്ന് ബൈഹാർട്ടാക്കി കഴിഞ്ഞാൽ ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കർവ്, ഒരു ഗ്രാഫ് പഠിക്കാണ്. ധാരാളം തവണ എക്സാമിന് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ചോദ്യമാണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ്. വരക്കാൻ പൊതുവേ ചോദിക്കാറില്ല, ഇനി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് വരക്കാൻ പറ്റണം. വരച്ച ഗ്രാഫ് തന്ന് അതിൽ നിന്ന് ചില കാര്യങ്ങൾ നോക്കാം. വൈ ആക്സിസിൽ ഞാൻ സ്ട്രെസ് എടുത്തിരിക്കുന്നു, എക്സ് ആക്സിസിൽ സ്ട്രെയിൻ എടുത്തിരിക്കുന്നു. എന്നിട്ട് ഗ്രാഫ് വരക്കണം. ഒരു മെറ്റൽ വയറിൻ്റെ ഗ്രാഫാണിത് എന്ന് പറയാം. നോക്കണം, ആദ്യം ഒ മുതൽ എ വരെ ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ടൊരു കർവാണ്. ഒ മുതൽ എ വരെ സ്ട്രെയിറ്റ് ലൈനാണ്. ശ്രദ്ധിക്കണം, ഒ എ എന്നുള്ള ഭാഗത്തിൻ്റെ പ്രത്യേകത ഹുക്സ് ലോ ഒബേ ചെയ്യുന്ന ഭാഗം. സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്റ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയാൻ പറ്റുന്ന ഭാഗം ഒ മുതൽ എ വരെയാണ്. ഇതിൽ എ എന്ന പോയിന്റോട് കൂടി സ്ട്രെയിറ്റ് ലൈൻ അവസാനിച്ചു, പ്രൊപ്പോർഷനാലിറ്റി അവസാനിച്ചു. അതുകൊണ്ട് എ എന്നുള്ള പോയിന്റിൻ്റെ പേര് പ്രൊപ്പോർഷണൽ ലിമിറ്റ്. എ എന്ന് മാർക്ക് ചെയ്തിട്ട് ചോദിക്കും എയുടെ പേരെന്ത്, അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ലിമിറ്റ് ഈ ചിത്രത്തിൽ ഏത് ലെറ്ററിലാണ് സൂചിപ്പിക്കുന്നത് ചോദിക്കും. ഓക്കെ, പിന്നെ ബി എന്നുള്ള പോയിന്റ് എയുടെ തൊട്ടടുത്താണ്. എ മുതൽ ബി വരെ സ്ട്രെയിറ്റ് ലൈൻ അല്ല. ബി എന്നുള്ള പോയിന്റിൻ്റെ പേര് ഇലാസ്റ്റിക് ലിമിറ്റ്. അതുവരെയാണ് ഇലാസ്റ്റിസിറ്റി എന്നുള്ള പ്രോപ്പർട്ടി കാണിക്കുക. ഇലാസ്റ്റിക് ലിമിറ്റ് വേറൊരു പേര് ഈൽഡ് പോയിന്റ്. ആ ഇലാസ്റ്റിക് ലിമിറ്റ് എത്തുമ്പോഴുള്ള സ്ട്രെസ്സിനെ സിഗ്മ വൈ എന്ന് വിളിക്കുന്നു. അത് ഈൽഡ് സ്ട്രെങ്ത് എന്ന്. ഈ പേരുകൾ ഇങ്ങനെ പഠിച്ചു വെക്കും. ഓക്കെ, ഇനി ഇതെങ്ങനെ വീണ്ടും നമ്മൾ സ്ട്രെസ് കൊടുക്കുന്നതനുസരിച്ച് സ്ട്രെയിൻ ഇങ്ങനെ കൂടി വരും. സി എന്നുള്ള പോയിന്റിൽ എത്തിയിട്ട് നമ്മൾ സ്ട്രെസ്സൊക്കെ, അതായത് മെറ്റൽ വയറിൻ്റെ അറ്റത്ത് ലോഡ് ഇങ്ങനെ ഇട്ട് അതിൻ്റെ നീളം കൂടി വന്ന് അത് പൊട്ടുന്നത് വരെ നമ്മൾ എക്സ്പെരിമെൻറ്റ് കണ്ടിന്യൂ ചെയ്യാൻ. അങ്ങനെ വരുമ്പോൾ സി എന്ന പോയിന്റിൽ എത്തിയിട്ട് എല്ലാ ലോഡും എടുത്തു മാറ്റിയാൽ ആ വയറിൻ്റെ നീളം പെർമനൻ്റ് ആയി കൂടും. സി എന്നുള്ള പോയിന്റിൽ വെച്ചുകൊണ്ട് നമ്മൾ സ്ട്രെസ് റെഡ്യൂസ് ചെയ്ത് സ്ട്രെസ് 0 ആക്കിയാലും അവിടെ സ്ട്രെയിൻ ഉണ്ടാവും. അപ്പോൾ ആ മെറ്റീരിയൽ പെർമനൻ്റ് സെറ്റ് എന്ന അവസ്ഥയിലാണ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ബി കഴിഞ്ഞാൽ പിന്നെ ഇലാസ്റ്റിസിറ്റി അവസാനിച്ചു, പിന്നെ പ്ലാസ്റ്റിസിറ്റിയാണ്. പെർമനൻ്റായി അതിൻ്റെ നീളം കൂടും. അപ്പോൾ സി എന്നുള്ള പോയിന്റിൽ എത്തിയിട്ട് സ്ട്രെസ് മുഴുവൻ ഒഴിവാക്കിയാലും അവിടെ ഒരു സ്ട്രെയിൻ ഉണ്ടാവും, അഥവാ പെർമനൻ്റായി ഡീഫോർമേഷൻ സംഭവിച്ചു. ഇപ്പോൾ ആ മെറ്റീരിയലിനെ പറ്റി പറയും ഇറ്റ് ഈസ് ഇൻ പെർമനൻ്റ് സെറ്റ് എന്ന് പറയും. ഇനി മാക്സിമം താങ്ങാൻ പറ്റുന്ന ലോഡാണ്, സ്ട്രെസ്സാണ് ഡി എന്ന പോയിന്റ്. ഡി എന്ന പോയിന്റ് എത്തുമ്പോഴുള്ള സ്ട്രെസ് സിഗ്മ യു എന്താണ് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയും. അങ്ങനെ ഡിയിൽ എത്തിയതിനു ശേഷം ഈ ഡി ഇ എന്ന് പറയുന്ന പോർഷൻ, അവിടെ ശ്രദ്ധിക്കണം, ഇ എന്നുള്ള പോർഷനാണ് ബ്രേക്കിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഫ്രാക്ചർ പോയിന്റ്, പൊട്ടിപ്പോകുന്ന പോയിന്റ്.
ഇവിടെ O മുതൽ B വരെയുള്ള റീജിയൻ ഇലാസ്റ്റിക് റീജിയൻ, B മുതൽ E വരെയുള്ള റീജിയൻ പ്ലാസ്റ്റിക് റീജിയൻ. അപ്പോൾ ഈ കർവ് തന്നിട്ട് അതിലെ ചില പോയിന്റുകൾ മാർക്ക് ചെയ്യാനൊക്കെ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ ഈ 8 പോയിന്റുകൾ ബൈഹാർട്ടാക്കി അതിനനുസരിച്ച് മാർക്ക് ചെയ്യാനൊക്കെ പഠിക്കണം. ദെൻ ഈ ഗ്രാഫുമായി ബന്ധപ്പെട്ട എക്സാമിന് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടാൽ യങ്സ് മോഡുലസ് കിട്ടും. സ്ലോപ്പ് കണ്ടാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ യങ്സ് മോഡുലസ്. അതേപോലെ DE എന്നുള്ള പോർഷൻ കണ്ടില്ലേ, DE എന്നുള്ള പോർഷൻ വളരെ അടുത്ത, ഡിയും ഇയും വളരെ അടുത്താണെങ്കിൽ, DE എന്നുള്ള പോർഷൻ വളരെ ചെറുതാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന മെറ്റീരിയൽ ആയിരിക്കും, അത് ബ്രിട്ടിൽ മെറ്റീരിയൽ ആയിരിക്കും. എന്നാൽ DE എന്നുള്ള പോർഷൻ കുറച്ച് വലുതാണെങ്കിലോ, ഡിയും ഇയും ഫാർ എപ്പാർട്ടാണെങ്കിലും അപ്പോൾ അത് ഡക്റ്റൈൽ മെറ്റീരിയൽ, പെട്ടെന്ന് പൊട്ടൂല, നന്നായി വലിച്ചു നീട്ടാൻ പറ്റുന്ന മെറ്റീരിയൽ ആയിരിക്കും. ഡക്റ്റൈൽ മെറ്റീരിയലിന് എക്സാമ്പിളാണ് കോപ്പറൊക്കെ. കോപ്പർ പോലുള്ള മെറ്റീരിയലുകൾക്ക് DE എന്നുള്ള പോർഷൻ കൂടുതലായിരിക്കും. ഇപ്പോൾ ഈ ഗ്രാഫ് നോക്ക്. ഈ ഗ്രാഫിൽ പിയുടെയും ക്യൂയുടെയും 2 സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് സ്ട്രെസ്സാണ്, ഇവിടെ സ്ട്രെയിൻ ആണ്. ആർക്കാണ് സ്ലോപ്പ് കൂടുതൽ? പറടാ, സ്ലോപ്പ് കൂടുതലുള്ളത് പി എന്ന ഗ്രാഫിനല്ലേ. ഇതിനാണ് സ്ലോപ്പ് കൂടുതൽ. അപ്പോൾ പിക്ക് സ്ലോപ്പ് കൂടുമ്പോൾ യങ്സ് മോഡുലസ് കൂടും. യങ്സ് മോഡുലസ് കൂടിയാൽ അയാൾ മോർ ഇലാസ്റ്റിക് ആയിരിക്കും. അപ്പോൾ ആരാ മോർ ഇലാസ്റ്റിക്? മോർ സ്ലോപ്പുള്ള ആൾ. ആർക്കാ മോർ സ്ലോപ്പ്? പി ഈസ് മോർ ഇലാസ്റ്റിക്. ഇനി DE എന്നുള്ള പോർഷനും പിക്കല്ലേ കൂടുതൽ. പി എന്ന് പറയുന്ന മെറ്റീരിയലിൻ്റെ പേര് എഴുതിയാട്ടോ. DE എന്നുള്ള പോർഷൻ പിക്ക് കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ പി ഡക്റ്റൈൽ മെറ്റീരിയലും ക്യൂ എന്നുള്ള മെറ്റീരിയൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതാണ്, ബ്രിട്ടിൽ മെറ്റീരിയലുമാണ്. ആരാണ് മോർ സ്ട്രോങ്ങർ എന്ന് ചോദിക്കും. നോക്കടാ, ഈ പി എന്നുള്ള മെറ്റീരിയൽ ബ്രേക്ക് ചെയ്യുന്ന സമയം ഇതാണ്. ഇത്രയും സ്ട്രെസ് എത്തുമ്പോഴാണ് ഇത് പൊട്ടിപ്പോവുക. എന്നാൽ ഇത്ര സ്ട്രെസ് എത്തിയാൽ തന്നെ ഇയാൾ പൊട്ടിപ്പോകും. അപ്പോൾ ആ ബ്രേക്കിംഗ് സ്ട്രെസ് പിക്കല്ലേ കൂടുതൽ. അതുകൊണ്ട് പി മോർ സ്ട്രോങ്ങർ ആണ് എന്ന് പറയും. ഓക്കെ. പിന്നെ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ എക്സാമിന് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും പുസ്തകത്തിൽ പറയുന്നു. ഗ്രാഫിൻ്റെ ഏരിയ കണ്ട, ഗ്രാഫിൻ്റെ ആദ്യ ഭാഗം സ്ട്രെയിറ്റ് പോർഷൻ, ആ സ്ട്രെയിറ്റ് പോർഷൻ്റെ ഏരിയ കാണുമ്പോൾ ഒരു ട്രയാങ്കിൾ പോർഷൻ, ഒരു ട്രയാങ്കുലാർ ഏരിയ ആയിരിക്കും നമുക്ക് കിട്ടുക. ആ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണുമ്പോൾ ഹാഫ് BH അല്ലേ ഏരിയ. ഓക്കെ. അപ്പോൾ ഇവിടെ താഴെ സ്ട്രെസ്സാണ്, മുകളിൽ സ്ട്രെയിൻ ആണ്. അങ്ങനെ വരുമ്പോൾ ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ. ഈ ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിനെ എനർജി ഡെൻസിറ്റി എന്ന് പറയും. പൊട്ടൻഷ്യൽ എനർജി ഡെൻസിറ്റി. അതുകൂടി ഒന്ന് നോക്കി വെക്കുക. ഓക്കെ. അപ്പോൾ സ്ട്രെസ് സ്ട്രെയിൻ കർവുമായി ബന്ധപ്പെട്ട എക്സാമിന് ചോദ്യങ്ങൾ ധാരാളം വരാറുണ്ട്. പക്ഷേ അവിടെ എക്സാമിന് ചിലപ്പോൾ ചോദിക്കുന്നു റബ്ബറിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വരയ്ക്കാനൊക്കെ ചോദിക്കും. റബ്ബറിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഇതുപോലെയല്ല. നോക്കടാ, റബ്ബർ പോലെയുള്ള മെറ്റീരിയലുകൾ ഇലാസ്റ്റോമേഴ്സ് എന്നാണ് പറയുക. എന്താ ഇലാസ്റ്റോമേഴ്സ്? ചെറിയ സ്ട്രെസ് കൊടുക്കുമ്പോഴേക്കും വലിയ സ്ട്രെയിൻ ഉണ്ടാവും. ലാർജ് സ്ട്രെയിൻ ഫോർ സ്മോൾ സ്ട്രെസ് അങ്ങനെ കാണിക്കുന്ന മെറ്റീരിയലാണ് ഇലാസ്റ്റോമേഴ്സ്. അവർ ഹുക്സിലോ അംഗീകരിക്കുന്നില്ല. ഇലാസ്റ്റോമേഴ്സ് ഹുക്സിലോ ഒബേ ചെയ്യില്ല. റബ്ബറും അയോർട്ട എന്ന് പറയുന്ന ബ്ലഡ് വെസൽ ഉണ്ടാക്കിയിരിക്കുന്ന, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴലാണ് അയോർട്ട, അതുണ്ടാക്കിയിരിക്കുന്ന ടിഷ്യൂസൊക്കെ ഇലാസ്റ്റോമേഴ്സിന് എക്സാമ്പിളാണ്. ഇലാസ്റ്റോമേഴ്സിൻ്റെ റബ്ബറിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഈ രീതിയിൽ വരക്കണം. നേരത്തെ വരച്ച പോലെ തെറ്റിദ്ധരിക്കരുത്. റബ്ബറിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വരയ്ക്കാൻ എക്സാമിന് ചോദിച്ചു, നേരത്തെ വരച്ചതുപോലെ വരക്കരുത്, ഈ രീതിയിലായി കാണിക്കണം. ഓക്കെ. അങ്ങനെയെങ്കിൽ ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് ഇലാസ്റ്റിസിറ്റിയുടെ ചില അപ്ലിക്കേഷൻസ് നോക്കാം. ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഹെവി ലോഡ് വെക്കുമ്പോൾ അതിൽ ഉപയോഗിക്കുന്ന മെറ്റാലിക് റോപ്പല്ലേ ഹെവി ലോഡ് വെക്കാൻ ഉപയോഗിക്കും. ആ മെറ്റാലിക് റോപ്പുകൾ തിക്ക് റോപ്പുകളാണ് ഉപയോഗിക്കുക. തിക്ക് മെറ്റൽ റോപ്പുകൾക്ക് യങ്സ് മോഡുലസ് കൂടുതലാണ്, സ്ട്രെങ്ത് കൂടുതലാണ്. അതുകൊണ്ട് മെറ്റൽ റോപ്പ് ഉപയോഗിക്കും. ആ തിക്നെസ് ഒക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുക. ഇത് എത്രത്തോളം ലോഡ് പൊക്കണം എന്നൊക്കെ നോക്കി ഈ വയറിൻ്റെ ഇലാസ്റ്റിക് ബിഹേവിയർ ഒക്കെ നോക്കിയിട്ടാണ് ആ തിക്നെസ് തീരുമാനിക്കുക. ഓക്കെ. തിക്ക് മെറ്റൽ വയേഴ്സ് ആർ യൂസ്ഡ് ഇൻ ക്രെയിൻസ്, ഓക്കെ, ടു ലിഫ്റ്റ് ഹെവി ലോഡ്. തിക്ക് മെറ്റൽ വയർ ആകുമ്പോൾ യങ്സ് മോഡുലസ് കൂടും, സ്ട്രെങ്ത് കൂടും. പിന്നെ എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഐ സെക്ഷൻ ബീമിൻ്റെ അഡ്വാൻറ്റേജ്. നിങ്ങൾ നോക്കണം, പാലങ്ങളുടെയൊക്കെ ബീമുകൾക്ക് അതിൻ്റെ സെക്ഷൻ എടുത്ത് നോക്കിയാൽ ഇംഗ്ലീഷ് ലെറ്ററിലെ I എന്ന ലെറ്ററിനെ പോലെ മുകളിലൊക്കെ വീതി കൂടുതൽ, താഴെയും വീതി കൂടുതൽ, അതിനിടക്ക് അത്ര തന്നെ വിടുത്തില്ലാതെ, അതാണ് I ഷേപ്പ്. റെയിൽ പാളങ്ങളുടെയൊക്കെ ഷേപ്പ് ഇങ്ങനെയല്ലേ? ചില പില്ലറുകൾക്കൊക്കെ ഈ ഷേപ്പ് കണ്ടിട്ടില്ലേ? ഓക്കെ. ഇങ്ങനെ I ഷേപ്പ് ബീമിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ് എന്ന് ചോദിച്ചാൽ 4 പോയിന്റ് ഞാൻ എഴുതിയിട്ടുണ്ട്, അത് പഠിക്കണം. പക്ഷേ അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ആദ്യം മനസ്സിലാക്കേണ്ടത്, നോക്കട്ടെ, ഇങ്ങനെ ഒരു റെക്റ്റാങ്കുലർ ബീം എടുക്കും, പാലത്തിൻ്റെ ബീമോ മറ്റെന്തുമാണ്, ഇതൊരു റെക്റ്റാങ്കുലർ റോഡാണെന്ന് കരുതിക്കോളൂ. അതിൻ്റെ സെൻറ്ററിൽ ഒരു ലോഡ് കെട്ടി തൂക്കിയിട്ടു. സെൻറ്ററിൽ ലോഡ് കെട്ടി തൂക്കിയാൽ അതിന് ഇങ്ങനെ ഒരു ബെൻഡിങ്, താഴോട്ടൊരു ബെൻഡിങ്, ഒരു സാഗിങ് ഉണ്ടാവും. ആ സെൻറ്ററിൽ ലോഡ് കാരണം അതിന് താഴോട്ടൊരു ബെൻഡിങ് ഉണ്ടാവും. ഈ സെൻറ്റർ പോയിൻ്റ് അല്ലേ കൂടുതൽ താഴെ, ഈ താഴ്ച ഇതിനെ ഞാൻ ഡെൽറ്റ എന്ന് എഴുതിയിരിക്കുന്നു. ഇത് സ്മോൾ ലെറ്റർ ഡെൽറ്റയാണ്. ഡിപ്രഷൻ അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് സാഗിങ്, അത് കാണാനുള്ളൊരു ഫോർമുല ഇതും ഒരിക്കൽ എക്സാമിന് ചോദിച്ചു. WL³ ഡിവൈഡഡ് ബൈ 4BD³Y. W പറഞ്ഞാൽ വെയിറ്റ്, L എന്ന് പറഞ്ഞാൽ ലെങ്ത്ത്, B ബ്രെഡ്ത്ത്, D ഡെപ്ത്ത്, Y യങ്സ് മോഡുലസ്. ഈ ഫോർമുല ഒന്ന് പഠിച്ചു നോക്കണം, ഒരു തവണ എക്സാമിന് ചോദിച്ചു. അപ്പോൾ ഈ ഡിപ്രഷൻ, പാലങ്ങളുടെ ബീമിൽ വാഹനങ്ങളുടെ ലോഡൊക്കെ ഉണ്ടാവും, യാത്രക്കാരുടെ ഒക്കെ വെയിറ്റ് ഉണ്ടാവും, അത് കാരണം ബീമിന് ബെൻഡിങ്, ഈ സാഗിങ് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഈ സാഗിങ്ങിൻ്റെ ഫോർമുലയാണിത്. ഈ സാഗിങ് ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഈ ഡെപ്ത്ത് കൂട്ടുക എന്നുള്ളതാണ് നല്ലൊരു മാർഗ്ഗം.
ഇതിൻ്റെ ഡെപ്ത് കൂട്ടിക്കഴിഞ്ഞാൽ നല്ലപോലെ സാഗിങ് കുറക്കാൻ പറ്റും, ഡെപ്ത് കൂട്ടിയാൽ. പക്ഷേ ഡെപ്ത് കൂട്ടിയാൽ സൈഡിലേക്ക് ബെൻഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഡെപ്ത് കൂട്ടിയാൽ ഇങ്ങനെ ഡെപ്ത് കൂട്ടി എന്ന് കരുതുക. ഡെപ്ത് കൂട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക. ഈ സൈഡിലേക്കുള്ള ബെൻഡിങ്ങിനെയാണ് ബക്ലിംഗ് എന്ന് പറയാം. ഈ ബക്ലിംഗ് ഒഴിവാക്കാൻ നല്ല ഡെപ്ത് വേണം, എന്നാൽ ഈ ബക്ലിംഗ് ഒഴിവാക്കും വേണം. അതിനുവേണ്ടി നമുക്ക് ഐ ഷേപ്പ് ആക്കിയാൽ നമുക്കത് ഗുണകരമാവും. നിങ്ങൾ ഈ പോയിന്റ് പഠിച്ചാൽ മതി. എന്താണ് ഐ ഷേപ്പ്ഡ് ബീമിൻ്റെ പ്രത്യേകത? ലാർജ് ലോഡ് ബെയറിംഗ് ഏരിയ, ലോഡ് താങ്ങുന്ന ഭാഗത്ത് നല്ല ഏരിയ കൂടുതലാണ്, ബക്ലിംഗ് ലോ ആയിരിക്കും, സൈഡിലേക്ക് ബെൻഡ് ചെയ്യൂല. അതേപോലെ വെയിറ്റ് കുറക്കാൻ പറ്റും, ഈ ഭാഗത്തൊക്കെ മെറ്റീരിയൽ നമുക്ക് ലാഭിക്കാൻ പറ്റും, അതുപോലെ കോസ്റ്റും കുറക്കാൻ സാധിക്കും. ഐ ഷേപ്പ്ഡ് സെക്ഷൻ ബീമിൻ്റെ, ഐ ഷേപ്പ്ഡ് പില്ലറുകളുടെ ഒക്കെ അഡ്വാൻറ്റേജ് ചോദിച്ചാൽ ഇങ്ങനെ 3-4 പോയിന്റുകൾ എഴുതണം. ഓക്കെ. അതേപോലെ എമൗണ്ട് ഓഫ് സാഗിങ് ഓർ ഡിപ്രഷൻ ഇൻ റെക്ടാങ്കുലർ ബീം ചോദിക്കുമ്പോൾ ഈ ഫോർമുല ഒന്ന് പഠിച്ചു നോക്കുക, WL3/4BD3y. അതേപോലെ ഭൂമിയുടെ സർഫസിൽ മാക്സിമം എത്ര ഹൈറ്റിലേക്ക് ഒരു കുന്ന്, ഒരു പർവ്വതത്തിന് നിലനിൽക്കാൻ സാധിക്കും? ഇത് ഇലാസ്റ്റിക് ബിഹേവിയർ വെച്ചുകൊണ്ട് കണക്കൂട്ടിയാൽ കിട്ടും. ആ മാക്സിമം ഹൈറ്റ് കണക്കാക്കപ്പെടുന്നത് 10 കിലോമീറ്റർ എന്നാണ്. എവറസ്റ്റിന് പോലും 10 കിലോമീറ്റർ തികച്ചില്ലാത്തത് കൊണ്ട് 9 കിലോമീറ്ററുകളേ ഉള്ളൂ. അപ്പോൾ ഈ കണക്ക് ശരിയായിരിക്കാം എന്ന് അനുമാനിക്കുന്നു. ഓക്കെ, ഇതൊക്കെയാണ് അപ്ലിക്കേഷൻസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്നുള്ള ഭാഗത്ത് മക്കൾ നോക്കേണ്ടത്. സോ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്നുള്ള ചെറിയ ചാപ്റ്റർ, അതിലെല്ലാ പോയിന്റ്സും നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. കൃത്യമായി വൃത്തിയായി മനസ്സിലാക്കി പഠിക്കുക. ഡൗട്ടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കാതിരിക്കുക. താങ്ക് യു ആൾ.